നമ്മളൊരു മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായ കാര്യങ്ങളും എന്തെങ്കിലും ചെറിയ വാക്ക് തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ സ്വാഭാവികമാണ്, മീറ്റിങ്ങിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇത്തരം വിഷയങ്ങളെല്ലാം ഈ മാധ്യമപ്രവർത്തകരോട് പറയേണ്ട ഒരു കാര്യമില്ല. ഇവരാരാ മാധ്യമപ്രവർത്തകർ? ഇവർക്ക് ആരാണ് ഇങ്ങനെ ഈ മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് മുഴുവൻ ഈ കമ്പും കോലും പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി എത്തി നോക്കിയിട്ട് ചാരപ്പണിയെടുക്കുന്ന അല്ലെങ്കിൽ തനി കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ വിളമ്പേണ്ട യാതൊരു കാര്യമില്ല. അവിടെ പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം, ഒരു മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ പൊതുജനങ്ങളോട് അറിയിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, മാധ്യമപ്രവർത്തകരോട് പറയേണ്ട കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം പറയുക എന്നതല്ലാതെ അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും അവരോട് പറയേണ്ട യാതൊരു ബാധ്യതയുമില്ല. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും മാധ്യമപ്രവർത്തകനാകാം. ഒരു മൊബൈൽ ഫോൺ മാത്രം, ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ആർക്കും മാധ്യമപ്രവർത്തകനാകാം. ഒരു യൂട്യൂബിൽ ഒരു ചാനലും. എന്നിട്ട് ഇവർ ഈ കിട്ടിയ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമ്പോഴേക്ക് അത് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് അന്ത്യചർച്ച നടത്തുന്നു, പകൽ ചർച്ച നടത്തുന്നു. ഇത് മുഴുവനും ആളുകൾക്കിടയിലിട്ടുകൊണ്ട് ഒരു എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ ഇവരിതിനെ മാറ്റിമറിക്കും. അപ്പോൾ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ ഒരു നിർബന്ധമില്ല ഇവരോട് പറയണം. ഇവർ കമ്പും കോലും പിടിച്ച് വരുമ്പോഴേക്ക് അവിടെ ഇവരെന്തോ വലിയ സംഭവമാണ്, ഇവരോട് എല്ലാം പറയണം, ഇവരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ ഇന്ത്യ നശിക്കും, അല്ലെങ്കിൽ ഇവിടെ അതൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് വെപ്പുകൾ നമുക്കിടയിലുണ്ട്. അങ്ങനത്തെ യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല, ചർച്ച ചെയ്യാനൊന്നുമില്ല. അടുത്ത ഒരു എല്ലിൻ കഷ്ണം കിട്ടുന്നത് വരെ അവരെന്ത് ചെയ്യും? ഇപ്പോൾ ഉള്ളതിന്മ പരമാവധി ഇല്ലാത്തതും കൂട്ടിച്ചേർത്ത് ചർച്ചയും നടത്തി അവരെ വക ഒരുപാട് നിഗമനത്തിലെത്തി അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് അവിടെ പോയി മൈക്ക കൊടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഒന്നും കാര്യമായിട്ട് ഇപ്പോൾ വാർത്തകളൊന്നുമില്ല, ന്യൂസുകളൊന്നുമില്ല. അപ്പോൾ അടുത്ത ന്യൂസ് കിട്ടുന്നത് വരെ പരമാവധി മീറ്റിങ്ങുകളും യോഗങ്ങളും ഒക്കെ നിർത്തി വെക്കുക. ഇനി അഥവാ കൂടിയേ കഴിയൂ എന്നുണ്ടെങ്കിൽ മാത്രം രഹസ്യമായിട്ട് ഈ ആളുകളെ അറിയിക്കാത്ത രൂപത്തിൽ എവിടെയെങ്കിലും രഹസ്യമായിട്ട് മീറ്റിംഗ് കൂടെ വേഗം പിരിച്ചുവിടുക. അവിടെ നടന്ന കാര്യങ്ങളൊന്നും അവരോട് പറയേണ്ട യാതൊരു കാര്യമില്ല. നാട്ടിലെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണക്കാർ രണ്ട് വിഭാഗക്കാരാണ്. ഒന്ന് ഈ മാധ്യമപ്രവർത്തകരും, മറ്റൊന്ന് വഹാബികളും. ഈ രണ്ട് ടീമുമാണ് നാട്ടിലുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം. വഹാബികൾ ചെയ്യുന്നത് എന്താ? ഏതെങ്കിലും സംഘടനയിൽ അല്ലെങ്കിൽ കമ്മിറ്റിയിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ കയറിയിട്ട്, കമ്മിറ്റിയിലൊക്കെ കയറി പറ്റിയിട്ട് പതിയെ പതിയെ വഹാബി ആശയം അവിടെ പ്രചരിപ്പിക്കാൻ നോക്കുക. അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം അതാണ്, വഹാബി ആശയം പ്രചരിപ്പിക്കുക, അതിനവിടെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ രണ്ടാമതാണ് അവർക്ക് പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനം, സംഘടനയുടെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. ആദ്യം ചെയ്യുന്നത് അവരതാണ്. അവർ എങ്ങനെ പറയണ്ടെന്ന് കരുതിയാലും അവരുടെ ആശയം പുറത്തേക്ക് ചാടും. അപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ ആദ്യമായിട്ട് എടുത്തുകൊണ്ട് നടന്നത് മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണ് ഏതാ സ്വഭാവം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ഏത് ടീമാണ് എന്നൊക്കെ ഉള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അവർക്കാണ് ഈ വിഷയത്തിൽ വലിയ താല്പര്യമുള്ളത്. അപ്പോൾ രണ്ടും ഒരേ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ്, ഒറ്റ വീട്ടിലാണ്, രണ്ട് റൂമിലുള്ള ആളുകളാണെന്ന് മാത്രം. അവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവരുദ്ദേശിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും ആളുകൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമ്മളെന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങൾ മുഴുവനും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരോട് പറയണമെന്ന് ഒരു നിയമവുമില്ല. പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് മുഖം കൊടുക്കാനേ നിൽക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ഇത്തരം ആളുകളെ ഈ നമ്മുടെ പ്രസ്ഥാനത്തിലും സംഘടനയിലും പ്രശ്നമുണ്ടാക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളെയും പരമാവധി നമ്മൾ മാറ്റി നിർത്താൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രവർത്തകർക്കിടയിൽ, അണികൾക്കിടയിൽ ഇവർ പ്രശ്നങ്ങളുണ്ടാക്കും, തമ്മിൽ ഭിന്നിപ്പിക്കും.